ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർന്നു. വമ്പൻ വെളിപ്പെടുത്തലുമായി ലഷ്കർ ഇ തോയ്ബയുടെ ആഗോള ഭീകരൻ ഹാഫിസ് അബ്ദുൾ റൌഫ്. ഹാഫിസ് അബ്ദുൾ റൌഫിന്റെ വലിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിൽ മെയ് മാസം രാത്രി നടത്തിയ ഇന്ത്യയുടെ ആക്രമണത്തിൽ മുരിദ്കയിലെ ലഷ്കർ ഇ തോയ്ബയുടെ വലിയ മദ്രസ സമുച്ചയം തന്നെ പൂർണ്ണമായും തകർന്നുവെന്നും ആ കെട്ടിടത്തിലുണ്ടായിരുന്ന 100-ലധികം വരുന്ന ലഷ്കർ ഇ തോയ്ബയുടെ ഭീകരന്മാർ കൊല്ലപ്പെട്ടുമെന്നും ലോകത്തോട് വിളിച്ചു പറയുകയാണ് ലഷ്കർ ഇ തോയ്ബയുടെ ആഗോള ഭീകരൻ ഹാഫിസ് അബ്ദുൾ റൌഫ്. അമേരിക്കയടക്കം ഇന്ത്യയടക്കം കൊടും കുറ്റവാളിയും കൊടും ഭീകരനായും മുദ്ര കുത്തിയിരിക്കുന്ന ലഷ്കർ ഇ തോയ്ബയുടെ ആഗോള തലവൻ ഹാഫിസ് അബ്ദുൾ റൌഫ് തന്നെ ഒടുവിൽ അവർക്ക് സംഭവിച്ച നാശനഷ്ടങ്ങളെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. പാകിസ്ഥാനിൽ നടന്ന ഒരു തീവ്രവാദ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് വലിയ വെളിപ്പെടുത്തൽ ഇപ്പോൾ പാകിസ്ഥാനിൽ ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡർ ചീഫ് നടത്തിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ അതിശക്തമായ തിരിച്ചടി പാകിസ്ഥാനിലേക്കുണ്ടായിരുന്നു. ആ തിരിച്ചടിയിലാണ് ഏറ്റവും നിർണായകമായ നാശനഷ്ടം, വെരി ബിഗ് ട്രബിൾ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്കുണ്ടായതായി ഹാഫിസ് അബ്ദുൾ റൌഫ് ഇപ്പോൾ സമ്മതിക്കുന്നത്. മെയ് മാസം 6-ാം തീയതിയും 7-ാം തീയതിയുമായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ, ആ ഓപ്പറേഷൻ സിന്ദൂറിൽ ബഹവൽപൂരിലെ പാക്-അധീന കാശ്മീരിലെ ബഹവൽപൂരിലെയും അതുപോലെ മുരിദ്കയിലെയും 2 പ്രധാനപ്പെട്ട ലഷ്കർ ഇ തോയ്ബയുടെയും ജയ്ഷെ മുഹമ്മദിന്റെയും ആസ്ഥാന മന്ദിരങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. ആസ്ഥാന മന്ദിരങ്ങൾ സമീപ ഭാവിയിൽ പുനർനിർമ്മിക്കാൻ കഴിയാത്ത വിധം പരിപൂർണമായും തരിപ്പണമായി ഈ ആക്രമണത്തിൽ നിന്ന് ഉറപ്പായിരിക്കുന്നു. എന്നാൽ പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ ഭരണകൂടവും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പ്രസിഡന്റുമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ എന്താണ് പറഞ്ഞത്? ലോകത്തോട് പറഞ്ഞത് മുഴുവൻ പെരും നുണയാണെന്നും പച്ചക്കള്ളമാണെന്നും ഇതിലൂടെ വെളിപ്പെടുകയല്ലേ. പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും പാകിസ്ഥാന്റെ ഒരു ഭീകര ക്യാമ്പും ഇന്ത്യ ആക്രമിച്ചിട്ടില്ലെന്നുമായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടക്കം ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചത്. ഇതുകൂടാതെ ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ ഇന്ത്യയുടെ 6 റഫേൽ വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയെന്നായിരുന്നു ഷഹബാസ് ഷെരീഫിന്റെ വലിയ വീരവാദം. ഇന്ത്യയാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാന് മുന്നിൽ കൈകൂപ്പിയതെന്നും അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കി അമേരിക്കയെ കൊണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് ഇന്ത്യയാണെന്നുമുള്ള വലിയ വായിലെ വാഗ്ദാനമാണ് പാകിസ്ഥാൻ നടത്തിയത്. എന്നാൽ പിന്നീട് പാകിസ്ഥാനിലെ ഓരോ നേതാക്കളായി തന്നെ യാഥാർത്ഥ്യം പുറത്തു പറഞ്ഞു തുടങ്ങി. പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി പിന്നീട് നടത്തിയ വെളിപ്പെടുത്തൽ എന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയുടെ ആക്രമണ സമയത്ത് തങ്ങളോട് ബങ്കറിൽ പോയി ഒളിക്കാനാണ് പാകിസ്ഥാൻ സൈന്യം പറഞ്ഞത്. പാകിസ്ഥാനിലെ കെട്ടിടങ്ങളിൽ താമസിക്കുന്നത് സുരക്ഷിതമല്ലെന്നും ഭൂഗർഭ ബങ്കറുകളിൽ കവചിത വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ഒളിച്ചിരിക്കാനുമാണ് പാകിസ്ഥാൻ സൈന്യം തങ്ങളോട് ആവശ്യപ്പെട്ടത്. ഇത് തന്നെ പാകിസ്ഥാന് വലിയ തിരിച്ചടിയായതായിരുന്നു. അതുകൂടാതെ തന്നെ ഇഷക് ദർ എന്ന പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞെന്താണ്? മറ്റൊന്നുമല്ല, പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ ചില സൈനിക ബേസുകൾക്ക് കേടുപാടുണ്ടായി. ഇന്ത്യ പറയുന്നത് പോലെ തന്നെ പാകിസ്ഥാനിലെ 80-90 ഇടങ്ങളൊന്നും തന്നെ ഇന്ത്യ ആക്രമിച്ച് തകർത്തില്ല. പക്ഷേ പാകിസ്ഥാനിലെ ചില സൈനിക ബേസുകൾക്ക് കേടുപാടുകളുണ്ടായി. ഇതായിരുന്നു ഇഷക് ദർ എന്ന പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ആസിഫുള്ള കസൂരി, പാകിസ്ഥാന്റെ മറ്റൊരു ഭീകര നേതാവ്, ലഷ്കർ ഇ തോയ്ബയുടെ മറ്റൊരു ഭീകര നേതാവ് ആയത്തുള്ള കസൂരി പറഞ്ഞത് പാകിസ്ഥാനിലെ നിരവധി ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു പരാജയമായിരുന്നില്ല. ഇപ്പോൾ ഇതാ ലോകത്തെ ഏറ്റവും എണ്ണപ്പെട്ട കുപ്രസിദ്ധ ഭീകരവാദ നേതാവ് ജയ്ഷെ മുഹമ്മദിന്റെ ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡർ തലവൻ ഹാഫിസ് അബ്ദുൾ റൌഫ്, ലോകം തന്നെ തലയ്ക്ക് കോടിക്കണക്കിന് രൂപ വിലയിട്ട കൊടും ഭീകരൻ ആ ഹാഫിസ് അബ്ദുൾ റൌഫ് പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ ഭീകര കേന്ദ്രങ്ങൾക്ക് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് പിന്നാലെ ഞങ്ങൾ മർക്കസിന് സമീപത്തുണ്ടായിരുന്നു. ആ മർക്കസിനുള്ളിൽ കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. വലിയ പ്രകമ്പനങ്ങളാണ് ആ മർക്കസിന് സമീപം ഈ ആക്രമണത്തിൽ ഉണ്ടായത്. മുരിദ്കയിലെ മർക്കസ് സമുച്ചയത്തിനുള്ളിലേക്ക് വൻതോതിൽ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായി. കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് ആ മർക്കസ് എന്ന വലിയ ബഹുനില കെട്ടിടം നിലം പരിശായി. അത് മൺകൂനയായി മാറി.
ആ മർക്കസുകൾക്കുള്ളിൽ നൂറുകണക്കിന് ലഷ്കർ-ഇ തൊയ്ബയുടെ പോരാളികൾ ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ കൊല്ലപ്പെട്ടു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് പിന്നീട് കഴിയാൻ ഇടമില്ലാതായി. മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ആ മർക്കസിന് സമീപം പിന്നീട് ട്രെയിനിങ് ക്യാമ്പുകൾ ആരംഭിച്ചത്. ഇപ്പോൾ ഇതാ ഖൈബർ പഷ്തൂങ്ക മേഖലയിൽ ഞങ്ങൾ പുതിയ ആസ്ഥാന മന്ദിരം ലഷ്കർ-ഇ തൊയ്ബയ്ക്ക് വേണ്ടി നിർമ്മിക്കുകയാണ്. പാകിസ്ഥാൻ ഭരണകൂടത്തെ പ്രകീർത്തിക്കാനും ഹാഫിസ് അബ്ദുൾ റൌഫ് മറന്നില്ല. തീവ്രവാദത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ തീവ്രവാദത്തിന് യഥേഷ്ടം പിന്തുണ നൽകുന്നു. ലോകത്തൊരു രാജ്യവും തീവ്രവാദത്തിന് ഇത്രത്തോളം അകമഴിഞ്ഞ നൽകില്ല. അത്രത്തോളം അകമഴിഞ്ഞ പിന്തുണയാണ് പാകിസ്ഥാൻ എന്ന ഭരണകൂടം ഞങ്ങൾക്കിപ്പോൾ നൽകുന്നത്. ഇതാണ് ഹാഫിസ് അബ്ദുൾ റൌഫ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ മറ്റൊരു തിരിച്ചടിയുടെ കാര്യം കൂടി അബ്ദുൾ റൌഫ് സമ്മതിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് നടത്തിയ മിന്നലാക്രമണങ്ങൾ, ഇന്ത്യയുടെ റോക്കറ്റുകളും ഇന്ത്യയുടെ റഡാറുകളും ഇന്ത്യയുടെ ഡ്രോണുകളും നടത്തിയ മിന്നലാക്രമണത്തിൽ, ഇന്ത്യയുടെ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നൂറുകണക്കിന് ചെക്ക് പോസ്റ്റുകളാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ തരിപ്പണമാക്കിയത്. നൂറുകണക്കിന് പാകിസ്ഥാൻ സൈനികരെ ഈ മേഖലയിൽ ഇന്ത്യ വധിച്ചുവെന്നുകൂടി പാകിസ്ഥാനിലെ ഭീകര തലവൻ തന്നെ വെളിപ്പെടുത്തുന്നു. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ എത്രത്തോളം ഭയാനകമായ ആക്രമണമായിരുന്നു എന്ന് ഒടുവിൽ സമ്മതിക്കുകയാണ് ലഷ്കർ-ഇ തൊയ്ബയുടെ കമാൻഡർ തലവൻ ഹാഫിസ് അബ്ദുൾ റൌഫ്. പാകിസ്ഥാനിനി തലയിൽ മുണ്ടിട്ട് തന്നെ നടക്കാം. ഇത്രയും കാലം പാകിസ്ഥാന്റെ ഭരണാധികാരികൾ പറഞ്ഞ നുണക്കഥകൾ പൊളിച്ചടുക്കിയിരിക്കുന്നു. നുണക്കഥകൾ പെരും നുണക്കഥകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.